ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഇതാണ് മക്കളെ കസവ പാരഡൈസ് വാണിയമ്പലം. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ സംസാരിച്ചു. പിന്നെ ഞാൻ നേരെ പോയത് ബെഡ്റൂമിലേക്കാണ്. ഇവിടെ 2 വില്ലാസാണ് വരുന്നത്, സിംഗിൾ റൂം വില്ലയും ഡബിൾ റൂം വില്ലയും വിത്ത് പ്രൈവറ്റ് പൂളും. പിന്നെ ആ കാർട്ടനൊക്കെ നീക്കി ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ആസ്വദിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ നമ്മളെ കൂടെ ഒരു 10-35 ആൾ വന്നാൽ വിശാലമായിട്ട് കിടക്കാനുള്ള ഒരു വലിയ സൗകര്യം തന്നെ അവിടെ ഉണ്ട്. ചെറിയ കുട്ടിയെ കളിക്കാൻ ഒരു പ്ലേ ഏരിയ, വലിയവർക്ക് കളിക്കാൻ ഇൻഡോർ ഗെയിംസ്. ഇത് ചുമ്മാ ചായ കുടിക്കാത്ത ടേബിൾ അല്ല കേട്ടോ, ഇതിലൊക്കെ ഓരോ ഗെയിംസ് ഉണ്ട്. ലുഡോ, പാമ്പും കോണി, ചെസ്സ്, അങ്ങനെയൊക്കെ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതാ പുറത്തേക്ക് നോക്കുമ്പോൾ വലിയൊരു ടെർഫും കൂടെ ഉണ്ട് കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് ഫ്രഷായി. നിങ്ങളടുത്ത് നൈറ്റ് വ്യൂ കണ്ടിട്ടുണ്ടോ? കാണണ്ടോ കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുത്തതാ നൈറ്റ് വ്യൂ പറയണ്ടല്ലോ, നിങ്ങൾ തന്നെ കാണുന്നില്ലേ അവിടുത്തെ കാഴ്ച? എന്തൊരു മനോഹരമാണ്. ഈ ചെറിയ ജീവിതത്തിൽ നമ്മളിതൊക്കെ കണ്ടിട്ടില്ലേ പിന്നെ എപ്പോഴാല്ലേ? പിന്നെ അവിടുത്തെ നൈറ്റ് ഞങ്ങളെ ഫുഡ് നൈറ്റ് നല്ല കേട്ടോ, അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ എന്താ പറയുക സ്റ്റാഫിൻ്റെ പെരുമാറ്റം, എന്താ പറയുക, നമുക്ക് വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞൊരു നിമിഷമായിരുന്നു. പിന്നെ ഞങ്ങൾ നൈറ്റ് കുറച്ച് നടക്കാൻ പോയി, ചെറിയൊരു പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്തു, ഞങ്ങൾ പാട്ട് പാടി ഡാൻസ് ചെയ്തു. അങ്ങനെ ഇതാ നേരം പരപരാ പുലർന്നു. ഇതാ ഗൈസ് ഞാൻ വീണ്ടും കർട്ടൻ നിൽക്കി. നിങ്ങൾ വിചാരിക്കും ഇതിന് മാത്രം എന്നായി കർട്ടൻ നിൽക്കാനുള്ളതെന്ന്. പക്ഷെങ്കിൽ ഓരോ നിമിഷം കാണുന്ന കാഴ്ചകളും വ്യത്യസ്തമായിരുന്നു കേട്ടോ, അതിമനോഹരമായിരുന്നു. പിന്നെ ഇതാ അതുവഴിയൊക്കെ നടന്നു, കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി. ഇതാ വീണ്ടും ആ രാത്രി നടന്ന സെയിം സ്ഥലത്തൂടെയായിട്ട് ഇപ്പം ഞാൻ നടക്കുന്നത്. പക്ഷെങ്കിൽ എന്താ ഓരോ സമയത്തും ഓരോ ഭംഗിയാണ് കേട്ടോ, അവിടെ നിങ്ങൾ പോരാൻ തോന്നില്ല എന്ന് വേണം പറയാൻ. ഞങ്ങളെല്ലാവരെയും തിരക്ക് മാറ്റി വെച്ച് ഞങ്ങൾ ഒത്തുകൂടാൻ തീരുമാനിച്ച, ഞങ്ങൾ കണ്ടെത്തിയ ബെസ്റ്റ് സ്പോട്ട് തന്നെയായിരുന്നു കസവ പാരഡൈസ്. ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്പോട്ട് എന്ന് വെച്ചാൽ ഒന്നും നോക്കാണ്ട് ഞാൻ പറയും കസവ പാരഡൈസ് വാണിയമ്പലം എന്ന്. ഇവിടെ 2 പൂളുണ്ടല്ലോ, ഞാൻ ഒരു പൂളാണല്ലോ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവളെ പൂള് കാണിക്കാൻ കൊണ്ടുപോയതാണ് ഗൈസ് ഞാനിത്. വീണ്ടും ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെ ഞാൻ വീണ്ടും ഊഞ്ഞാലിൽ തന്നെ കേട്ടോ. പിന്നെ കുറച്ച് ഏരിയ ആനിമൽസിനും ബേഡ്സിനും ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇഷാനിക്കെന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമായിട്ട്, അവൾ കാണാത്ത അവർക്ക് എന്താ അവർ കൗതുകം തീരുന്നവർ ഇതൊക്കെ നോക്കി നിന്നെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ കളിയായിരുന്നു ഗൈസ്, ഒന്നും പറയണ്ട, തല കുത്തി മറഞ്ഞിട്ടുള്ള കളിയായിരുന്നു. പൂള് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, എടുത്തങ്ങ് ചാടി ഗൈസ് വെള്ളത്തിലേക്ക്. പിന്നെ ഡ്രസ്സൊക്കെ മാറി സുന്ദരി കുട്ടിയായി അവിടെ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടി. പിന്നെ ബേഡ്സിന് തീറ്റയൊക്കെ കൊടുത്തു. ഇഗ്വാനെ എടുത്ത ചേട്ടൻ എൻ്റെ ദേഹത്ത് വെച്ച് തന്നു. പിന്നെ മക്കളെ ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഒന്നും ഞാൻ പുറത്ത് കാണിച്ചില്ല. പിന്നെ കുറച്ച് പേരോടൊക്കെ തള്ളി മറിച്ച് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുക. ഇങ്ങനൊരു സ്പോട്ട് ഞങ്ങൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റീൽ ഷെയർ ചെയ്ത് വെച്ചോളൂ, ഇവരെ കോൺടാക്ട് നമ്പർ സേവ് ചെയ്ത് വെച്ചോളൂ.